മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് പതിവ് പോലെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന ഒരു സെൽ ഓഫിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തായ്വാൻ വെയിറ്റഡ് ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു വളരെ ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്ന ഒരു ഗ്യാപ് ഡൗൺ പോസിബിലിറ്റി ആണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. US വിപണിയെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ഒരു സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. S&P 500ഉം നാസ്ഡാക്കും ഒക്കെ തന്നെ ഒരു ഇടിവിൽ തന്നെയായിരുന്നു വെള്ളിയാഴ്ചയും വ്യാപാരം അവസാനിപ്പിച്ച്. ഡൗ ജോൺസിനെ സംബന്ധിച്ച് 600 പോയിന്റോളം ഒരു നഷ്ടമൊക്കെ തന്നെ വെള്ളിയാഴ്ചത്തെ ഒരു പ്രകടനത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, നമുക്ക് അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും വെള്ളിയാഴ്ച നാസ്ഡാക്ക് ഇൻഡെക്സിൽ വീണ്ടും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് ആ ഒരു ഗ്യാപ് ഡൗണിനെ തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളിയാഴ്ച സെല്ലിംഗ് പ്രഷർ നാസ്ഡാക്ക് ഇൻഡെക്സ് നേരിട്ടിരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അടുത്തൊരു മേജർ സപ്പോർട്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന 17,900 പോയിന്റ്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നാസ്ഡാക്കിന്റെ അണ്ടർടോൺ വളരെ ബെയറിഷ് ആയിട്ട് കാണുന്നത്. ആൻഡ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ 17,900 പോയിന്റ്സിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടും. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ലോങ് ടേം ട്രെൻഡും ബെയറിഷായി മാറാൻ നല്ല ചാൻസസ് ഉണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് നോക്കുമ്പോഴേക്കും വീണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച കാണാൻ സാധിച്ചത്. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബെയറിഷ്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 39,100, അതിനെ തുടർന്ന് 38,300 പോയിന്റും ആയിരിക്കും. അതുപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ വീക്കിലൊക്കെ തന്നെ ഒരു ഇടിവ് പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് അതിൽ നിന്ന് ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് നിലവിൽ 6% ഒരു നേട്ടത്തിൽ ബാരലിന് $77.26 എന്നൊരു റേഞ്ചിൽ മുന്നോട്ട് പോകുന്നു. WTI നോക്കുകയാണെങ്കിലും ബാരലിന് 73.92 എന്നുള്ളൊരു റേഞ്ചിലാണ് ഇപ്പോൾ WTI ക്രൂഡും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വീക്കിലുണ്ടായിട്ടുള്ള ഒരു ഇടിവിൽ നിന്നും ഒരു മുന്നേറ്റം ഇന്നത്തെ വിപണിയിൽ നമുക്ക് പ്രകടമാണ്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ക്രൂഡ് ഓയിൽ കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് അതിന്റെ ഒരു ഔട്ട്ലുക്ക് ഹാഡ് ഓൾറെഡി ടേൺ ബെയറിഷ്. ആൻഡ് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ WTI ക്രൂഡ് ആൻഡ് WTI ക്രൂഡ് ആൻഡ് ബെന്റ് ക്രൂഡിൽ നമുക്ക് വീണ്ടും ഒരു കനത്ത സെല്ലിംഗ് കാണാൻ സാധിച്ചു. ആൻഡ് നമ്മൾ WTI ക്രൂഡിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും അതിന്റെ ഒരു അടുത്ത മേജർ സപ്പോർട്ട് $70-71 ലെവലിലാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയ നേരിയ തോതിൽ ഒരു ഷോർട്ട് കവറിംഗ് എക്സ്പെക്ട് ചെയ്യാം. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു നേരിയ റിക്കവറി ഇസ് അഗെയിൻ ഓൺലി ഷോർട്ട് കവറിംഗ്. ഇത് നമ്മളൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതരുത്. ബിക്കോസ് അണ്ടർടോൺ ഇസ് വെരി വെരി ബെയറിഷ്. ഗോൾഡിന്റെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 2,445.43 ട്രൈ ഔൺസിന് 2,445 എന്നുള്ള റേഞ്ചിൽ ഒരു മുന്നേറ്റം തന്നെയാണ് ഗോൾഡിനെ സംബന്ധിച്ച് പ്രകടമാക്കുന്നത്. ഗോൾഡിലും പോയ വീക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഈൽഡിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയത് ഗോൾഡിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു മുന്നേറ്റത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഗോൾഡ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ $2,522 ലെവലിൽ നൽകിയിരുന്നു. അതിനെ തുടർന്ന് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിങ്ങും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പുതിയ ലോങ് പൊസിഷൻസ് നമ്മൾ എടുക്കാൻ ശ്രമിക്കരുത്. എനിക്ക് തോന്നുന്നില്ല സ്വർണത്തിൽ ഒരു കറക്ഷൻ നടക്കുന്നതിന് മുൻപ് 2,525, 2,530 ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്വർണത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഒരു ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ എടുത്തതായിരുന്നെങ്കിൽ നമ്മൾ കറന്റ് ലെവൽസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം. ആഭ്യന്തര വിപണിയിൽ നിഫ്റ്റി 24,817 എന്നൊരു ലെവലും കൈവിട്ട് 24,717 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മറ്റുള്ള ഗ്ലോബൽ വിപണികളോടൊപ്പം തന്നെ ഒരു സെൽ ഓഫ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിരുന്നു. 24,686 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് കഴിഞ്ഞൊരു സെഷനിൽ നിഫ്റ്റി പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഏഷ്യൻ വിപണികളിലും ഒപ്പം തന്നെ വെള്ളിയാഴ്ചത്തെ US വിപണിയിലും ഒക്കെ തന്നെ ഒരു സെൽ ഓഫ് നമുക്ക് കടന്നു
വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയും ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനാൽ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇന്നത്തെ വിപണിയിലും ഈ ഒരു സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യുമെന്ന് സാർ കരുതുന്നുണ്ടോ? നിഫ്റ്റി 50യുടെ അണ്ടർടോൺ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് വരെ ബുള്ളിഷ് തന്നെയായിരുന്നു, ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് ടേം. ബട്ട് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്, ആൻഡ് മാർക്കറ്റ് ക്ലോസ്ഡ് എ ലിറ്റിൽ ബിറ്റ് വീക്ക്. സോ ഇന്നിപ്പോ തൈവാൻ വെയ്റ്റഡ് ഇൻഡെക്സ് നോക്കുമ്പോൾ, നിക്കി ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അവിടെയൊക്കെ നമുക്ക് കനത്ത സെല്ലിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. സോ ദ ചാൻസ് ഓഫ് ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഓപ്പണിംഗ് നിമിഷങ്ങളിൽ വളരെ വീക്കായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിഫ്റ്റി 50 24,600 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് ഹാഫ് എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സർ, കഴിഞ്ഞ ഒരു സെഷനിൽ എസ് ബി ഐയുടെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം ശനിയാഴ്ച എസ് ബി ഐയുടെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. എസ് ബി ഐയുടെ റിസൾട്ടിന്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ ഒരു ഡിക്ലൈൻ ആണ് എസ് ബി ഐ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ ബേസിസിലും കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം എസ് ബി ഐയുടെ നെറ്റ് പ്രോഫിറ്റിൽ കാണാൻ സാധിച്ചിട്ടില്ല. എസ് ബി ഐയുടെ റിസൾട്ടിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതോടൊപ്പം തന്നെ എസ് ബി ഐയിൽ നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർഫോമൻസ്, ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും ഒരു അല്പം ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക്. എന്റെ ഒരു എക്സ്പെക്ടേഷനിലോട്ട് വരാൻ സാധിച്ചിട്ടില്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ട്രേഡിംഗ് പാറ്റേൺ ജൂൺ 3 ശേഷം നോക്കുമ്പോഴേക്കും ഒരു സൈഡ് വേസ് പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും എസ് ബി ഐയിൽ കാണാൻ സാധിക്കുന്നില്ല. എസ് ബി ഐയുടെ ഒരു മേജർ സപ്പോർട്ട് എനിക്ക് കാണാൻ സാധിക്കുക 838 റുപ്പീസ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എസ് ബി ഐയിൽ മെയിൻറ്റെയിൻ ചെയ്യരുത്. അതോടൊപ്പം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ടുകളും കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. 10% ഒരു മുന്നേറ്റമാണ് അറ്റാദായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1702 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിക്കുമ്പോഴും 6% ഒരു വർധനവ് രേഖപ്പെടുത്താൻ ഇത്തവണ സാധിച്ചിട്ടുണ്ട്. 6275 കോടി രൂപയായിട്ടാണ് ഇത്തവണ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ NPA റേഷ്യോസ് പരിശോധിക്കുകയാണെങ്കിൽ 4.62% കുറഞ്ഞിട്ടുണ്ട്. 4.98% നിന്നും 4.62% കുറയുന്ന ഒരു സ്ഥിതി ബാങ്ക് ഓഫ് ഇന്ത്യക്കും സാധിച്ചിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഏപ്രിൽ 30 ആയിരുന്നു അതിന്റെ ഒരു 52 വീക്ക് ഹൈ കാണാൻ സാധിക്കുന്ന അറൌണ്ട് 157 റുപ്പീസ്. അതിനുശേഷം ഈ ഒരു സ്റ്റോക്കിൽ കനത്ത പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നടന്നിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 133. 131ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി മാറും. ബട്ട് ഇന്ന് മാർക്കറ്റിന്റെ ഓവറോൾ സിറ്റുവേഷൻ ഒരു അല്പം വീക്ക്നെസ് കാഴ്ചവെക്കുന്നതുകൊണ്ട് നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഇന്നത്തെ ട്രേഡിൽ എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലൊരു സ്ട്രാറ്റജി. നമ്മളെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 118 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മാർക്കറ്റ് പ്ലസിന്റെ തന്നെ സെഷനുകൾ പലതവണയായിട്ട് സർ മെൻഷൻ ചെയ്തിട്ടുള്ള മറ്റൊരു ബാങ്കിങ് സ്റ്റോക്ക് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് ആണ്. ബാങ്കിന്റെ റിസൾട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. ബാങ്കിനെ സംബന്ധിച്ച് 9% മുന്നേറ്റമാണ് പ്രോഫിറ്റിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടോട്ടൽ ഇൻകം പരിശോധിക്കുമ്പോഴും 1046 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ ടോട്ടൽ ഇൻകം വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം കഴിഞ്ഞൊരു ഫിനാൻഷ്യൽ ഇയറിൽ നോക്കുകയാണെങ്കിൽ 5492 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ ടോട്ടൽ ഇൻകം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ റിസൾട്ടിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ ബാങ്കിൽ നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ടോ? തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അതൊരു എക്സൈറ്റ്മെന്റ് നമുക്ക് നൽകുന്നുണ്ട്. വെരി ഓർഡിനറി റിസൾട്ട്സ്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ അറൌണ്ട് 610 രൂപയ്ക്ക് അടുത്ത്. അതിനുശേഷം ഈ സ്റ്റോക്ക് വലിയൊരു കറക്ഷനാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കിന് 440-445 റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ സൈഡ് വേസ് പാറ്റേൺ. അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 438-440 ആ റേഞ്ചിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
യെസ്, പ്രേക്ഷകരുടെ ക്വരീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ റാഷിദ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 3% ഒരു മുന്നേറ്റത്തിൽ 195 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. സോ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് കഴിഞ്ഞ ഒരു മാസം 6 ആഴ്ചകളായിട്ട് നമുക്ക് നല്ലൊരു നേട്ടം നൽകിയ ഒരു സ്റ്റോക്കാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 182 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഇന്ന് അഡ്വൈസ് ചെയ്യുന്നില്ല. ബിജിത്ത് എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന മസഗോൺ ടോക്കുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ ഒരു നേരിയ ഇടിവിൽ 5095.6 എന്നൊരു റേഞ്ചിലാണ് അവസാനിപ്പിച്ചത്. ഡോക്കില് കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് നമുക്കൊരു കറക്ഷൻ കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4780 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 5600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ചത്തെ ട്രേഡിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കോശി എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് PNB ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. വെള്ളിയാഴ്ച 0.12% നേട്ടത്തിൽ 810 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. PNB ഹൗസിംഗ് കഴിഞ്ഞ ഒരു മാസമായിട്ട് സൈഡ് വേസ് കൺസോൾട്ടേഷൻ മോഡിലോട്ട് നീങ്ങിയിട്ടുണ്ട്. അറ്റ് ദിസ് മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 840 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 738 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബിറ്റ്വീൻ 738 ആൻഡ് 844 ഇതൊരു സൈഡ് വേസ് റേഞ്ചിലായിരിക്കും. സീന എന്ന പ്രേക്ഷക IRFCയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച 1.5% നേട്ടത്തിൽ 192 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. IRFC കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇറ്റ് ഇസ് ബീൻ അണ്ടർഗോയിങ് കറക്ഷൻ. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 175 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 203 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. രാജേഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ EMS ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞൊരു സെഷനിൽ 0.61% നേട്ടത്തിൽ 814 രൂപ 25 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. EMS ലിമിറ്റഡ് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്ക് ലിസ്റ്റിംഗിന് ശേഷം, ലിസ്റ്റിംഗ് അറൌണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു, അതിനുശേഷം ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്കാണ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് 775 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 900-910 ആ ഒരു റേഞ്ചിലായിരിക്കും. ആൻഡ് പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മധു എന്ന പ്രേക്ഷകൻ ഇന്ത്യ സിമന്റ്സിലുള്ള വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞൊരു സെഷനിൽ 2.5% നേട്ടത്തിൽ 372 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഇന്ത്യ സിമന്റ്സ് ഒരു 10-15 ദിവസം മുൻപായിരുന്നു നമുക്ക് അൾട്രാടെക് സിമന്റ് ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു വാർത്ത നമുക്ക് നൽകിയത്. അതിന് മുന്നോടിയായി തന്നെ നമുക്ക് കഴിഞ്ഞ ഒരു മാസം നല്ലൊരു നേട്ടം നൽകിയൊരു സ്റ്റോക്ക് ഇന്ത്യ സിമന്റ്സ്. ആൻഡ് ഇന്ത്യ സിമന്റ്സിന്റെ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയി തുടരുന്നു. സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ 355 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അംബുജ സിമന്റ്സിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% ഒരു നഷ്ടത്തിൽ 652 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അംബുജ സിമന്റ്സ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 640 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ ഒരു സൈഡ് വേസ് പാറ്റേണിൽ നിന്നും ഇതൊരു ബ്രേക്ക് ഔട്ട് നൽകണമെങ്കിൽ 710 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. അഖിൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ
2% ഒരു നഷ്ടത്തിൽ 301 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു ഷോർട്ട് ടേം ട്രേഡിംഗ് റേഞ്ച് നോക്കുമ്പോഴേക്ക് 278 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അറൌണ്ട് 330, 340 ആ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസും ഉണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 278 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് അഗൈൻ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഷർദ ക്രോപ്പ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 0.11% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഷർദ ക്രോപ്പ് അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ജൂൺ 4 ശേഷം ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് ആയത്. സോ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 543 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്നത് 580 രൂപയിലായിരിക്കും. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ ടാറ്റ സ്റ്റീലിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 3% നഷ്ടത്തിൽ 158 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So Tata Steel long-term trend is bullish, but short-term trend തീർച്ചയായിട്ടും ഒരു bearishness കാഴ്ചവെക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 150 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 150ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ഓൾസോ ടേൺ bearish. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. എന്തെന്നാൽ ഈ ഒരു സ്റ്റോക്ക് 175ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ഈ ആഴ്ചത്തെ വ്യാപാരത്തിൽ എനിക്ക് തോന്നുന്നില്ല അത് സംഭവിക്കുമെന്ന്. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. FACT കഴിഞ്ഞൊരു സെഷൻ 1% ഒരു നഷ്ടത്തിൽ 996 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ FACT കഴിഞ്ഞ ജൂൺ 21 ആയിരുന്നു നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയ 1187 രൂപയിൽ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. പുതിയ ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1080 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു ട്രിഗർ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 930 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് അദാനി വിൽമറിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 10% ഒരു മുന്നേറ്റം സ്റ്റോക്ക് പ്രകടമാക്കിയിരുന്നു. 383 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ അദാനി വിൽമ കഴിഞ്ഞ ഒരു 3-4 മാസത്തെ കൺസോൾട്ടേഷൻ കറക്ഷൻ ഫേസിന് ശേഷം കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമുക്കൊരു നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ആർ ബിക്കമിങ് ബുള്ളിഷ്. ബട്ട് ഈ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു ട്രേഡിന്റെ നേട്ടത്തെ തുടർന്ന് നമുക്ക് ഈ ആഴ്ച പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് ലെവൽ 385, 400, അതിനുശേഷം 420. അവസാനമായി ഒരു പ്രേക്ഷകൻ NHPCയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. 1.5% നഷ്ടത്തിൽ 103 രൂപയിലാണ് NHPC ക്ലോസ് ചെയ്തത്. NHPC long-term trend is bullish, but short-term trend is undergoing correction. സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 110 രൂപ. 110ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 95 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്.